ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു നാടൻ ഊണ് റെഡിയാക്കിയാലോ? എല്ലാവരും എൻ്റെ കൂടെ കൂടിക്കോ. ഞായറാഴ്ച ഉച്ചയ്ക്ക് റെഡിയാക്കിയ ഊണിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് അപ്ലോഡ് ആക്കാൻ പോകുന്നത്. ഊണിന് ഞാൻ റെഡിയാക്കിയ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കറി, മീൻ പൊരിച്ചതും പയറുപ്പേരിയാണ്. അതിൻ്റെ കൂടെ നല്ല മട്ടയരി ചോറും. ഞാൻ എടുക്കുന്ന മീൻ ജഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനാണ്. അത് കറി വെക്കാനും പൊരിക്കാനായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി. ആദ്യം തന്നെ മീൻ കറി റെഡിയാക്കി എടുക്കാം. കറി നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി മുൻപത്തെ ഒരു വ്ളോഗിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വ്ളോഗിലെ മീൻ കറി തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കിയത്. ഇന്ന് ഞാൻ തേങ്ങ അരച്ചിട്ടാണ് മീൻ കറി ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണിത്. അപ്പോൾ കറിയിലോട്ട് മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു. അടുത്തതായിട്ട് നമുക്ക് ഫിഷ് ഫ്രൈക്കുള്ള മീനൊന്ന് മസാല തേച്ചെടുക്കണം. അതിനായിട്ട് മീൻ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. മസാലയൊക്കെ ഉള്ളിലോട്ട് നല്ലോണം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞെടുക്കുന്നത്. എൻ്റെ വ്ളോഗ് കാണുന്ന എക്സ്പേർട്സൊക്കെ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇതൊക്കെ വ്ളോഗിൽ പറയുന്നതെന്ന്. ബിഗിനേഴ്സും കൂടി കാണുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് കൂടി ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. എല്ലാ മീനും നന്നായിട്ട് ഞാൻ വരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മീൻ ക്ലീനിങ് ഒന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ നമുക്കിതൊക്കെ ക്ലീൻ ആക്കിയിട്ട് കിട്ടും. മീനൊക്കെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വിനാഗിരി എന്നിവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായി മിക്സാക്കി കൊടുത്ത ശേഷം നമുക്കൊരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അടുത്തത് നമ്മളുടെ മെയിൻ പരിപാടിയാണ് പാത്രം കഴുകൽ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളാണ് ഇപ്പോൾ കഴുകിയെടുക്കുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ തട്ടിക്കൂട്ടായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇന്ന്. തലേ ദിവസം രാത്രി പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബാക്കി ഉണ്ടായിരുന്നത് ചീസും ഹണിയൊക്കെ വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു സാൻഡ്വിച്ച് റെഡിയാക്കി എടുത്തു. ഈ ഒരു സാൻഡ്വിച്ച് നിങ്ങൾ മുൻപ് റെഡിയാക്കി നോക്കിയിട്ടുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക. ഇപ്പോൾ കൈക്ക് സോപ്പ് അലർജി ഉള്ളത് കാരണം ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണ് പാത്രം കഴുകാറ്. പാത്രം കഴുകലാണ് ഏറ്റവും വലിയ ടാസ്ക്. എപ്പോഴും ഉണ്ടാവും ഇതുപോലെ പാത്രങ്ങൾ കഴുകാൻ. കഴുകി ഒതുക്കുമ്പോഴത്തേന് വീണ്ടും നമ്മളുടെ സിങ്ക് നിറയും. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എൻ്റെ വ്ളോഗുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ? ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അതുമാത്രമല്ല എൻ്റെ പ്രസൻറ്റേഷനിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതൊക്കെ ഒന്ന് എങ്ങനെയൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതും നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാം. കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുന്നില്ല. എന്നും ലൈക്കുകളുടെ എണ്ണം കുറവാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര പിശുക്ക്? ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പോൾ ആ ടാസ്കുകളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. പാത്രം കഴുകലൊക്കെ ഫിനിഷായി. ഇനി അടുത്ത പരിപാടിയിലോട്ട് പോകാം. ഇനി അടുത്തതായിട്ട് റെഡിയാക്കാൻ പോകുന്നത് പയറുപ്പേരിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഉപ്പേരി എന്നാണ് കേട്ടോ പറയുക. ചിലയിടത്ത് ഇതിനെ മെഴുക്ക് വരട്ടി എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തിനാ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പയറൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതിന് ശേഷം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു മീഡിയം പീസായിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. നല്ല ചെറുതായിട്ടല്ല ഞാൻ അരിഞ്ഞെടുക്കാറ്. ഇന്ന് കിട്ടിയിരിക്കുന്ന പയറേ അധികം മൂപ്പില്ലാത്തത് കൊണ്ട് നല്ല സുഖമായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. ചില സമയത്ത് പയർ കിട്ടുമ്പോൾ അതിൽ മൂത്തിട്ടും കുറച്ച് പോകും. എനിക്ക് നാട്ടിലെ ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് പയർ അരിയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ കിട്ടുന്ന പയറിൻ്റെ ഇടയിൽ നല്ലോണം മൂത്തതായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ മാറ്റിയെടുക്കണം. അതിൻ്റെ ഉള്ളിൽ നിന്ന് കുരു മാത്രമായിട്ട് എടുക്കണം. അതൊക്കെ ഭയങ്കര ടാസ്ക്കായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇവിടെ അങ്ങനെയല്ല, വളരെ റെയറായിട്ടാണ് അങ്ങനെ കിട്ടാറ്. അങ്ങനെ പയറെല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും മുളകൊക്കെ ഒന്ന് കുത്തിയെടുക്കാം. ഉപ്പേരിയിലോട്ട് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളകും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഈ സമയം നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഒരു സ്ട്രെയിനറിലോട്ട് ഊറ്റിയെടുക്കാം. ഇനി അടുത്തതായിട്ട് മീൻകറി തൂമിച്ചെടുക്കലാണ്. റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻകറിയിലോട്ട് ചെറിയുള്ളിയും അതുപോലെ വേപ്പിലയും വെളിച്ചെണ്ണയിലും നന്നായിട്ട് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻകറി ഒരു ഇത്തിരി കട്ടി കൂടുതലാണ്. അപ്പോൾ ഞാനിതിലോട്ട് ഒരു ഇത്തിരി ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി നമ്മൾ കയ്യിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോവും. ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറിയൊക്കെ ഒന്ന് സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കാം. അപ്പുറത്തെ അടുപ്പിൽ നമ്മളുടെ പയറുപ്പേരി റെഡി ആവുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നില്ല. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന മുളകും ഉള്ളിയും ചേർത്ത് കൊടുക്കാം.
കുറച്ച് കറിവേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം. മീനൊക്കെ മാരിനേറ്റ് ചെയ്തത് പൊരിക്കാനായിട്ട് വെച്ചു. മീൻ ഒരു മണിക്കൂറൊക്കെ ഞാൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനൊക്കെ നല്ലോണം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി. ഇനി നമുക്ക് ഊണ് കഴിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ സിമ്പിളായിട്ടുള്ള ഊണ്. നല്ല മട്ടേരി ചോറിനൊപ്പം തേങ്ങ അരച്ച മീൻ കറി, മീൻ പൊരിച്ചതും പയറുപ്പേരിയൊക്കെ കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഊണ് കഴിക്കലും റെസ്റ്റ് എടുക്കലൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോൾ ഞങ്ങളൊന്ന് നടക്കാനായിട്ട് ഇറങ്ങി. ഇവിടെ അടുത്ത് തന്നെയുള്ള ബലദിയ പാർക്കിലോട്ടാണ് ഞങ്ങൾ പോയത്. ഇതൊരു ഓപ്പൺ പാർക്കാണ്. കുറച്ച് നേരം മാത്രമാണ് ഞങ്ങളിവിടെ സ്പെൻഡ് ആക്കിയത്. കാരണം നല്ല കാറ്റും തണുപ്പൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ വേഗം തന്നെ വീട്ടിലോട്ട് തിരിച്ചു പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ ഊണും എൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കൂടി ഓണാക്കാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.